ഇനി ഞാൻ ഗോമൂത്രങ്ങളെ പറ്റിയിട്ടൊരു 3-4 വിവരണങ്ങളെ തരണം, 3-4 കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ള ഞാൻ സൂക്ഷിച്ച് സംഭരിച്ച ഗോമൂത്രം ഒരു 5 മുതൽ 8 കൊല്ലം വരെയൊക്കെ സൂക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള നാടൻ പശുക്കളുടെ ആവാം, വെച്ചൂരാവാം, അനങ്ങനാവാം, വില്ലുവാതിരിയാവാം, കാസർഗോഡാവാം, ഇത് മുഴുവനും അങ്ങനത്തെ നാടൻ പശുക്കളുടെ ഗോമൂത്രമാണ്. അപ്പം ഞാൻ എൻ്റെ അനങ്ങമ്മലക്കുള്ളൻ ഉള്ള ഞാൻ തന്നെ ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ള ആ വർഗത്തിൻ്റെ ഗോമൂത്രമാണ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ഇത്രയും കൊല്ലം കഴിയുമ്പോഴേക്ക് തന്നെ ഇപ്പം നിങ്ങളിത് നോക്കിയാൽ തന്നെ അറിയാം, അതിൻ്റെ കളറാകെ മാറ്റം വന്നിട്ടുണ്ടാവും, വളരെയധികം മാറ്റം വന്നിട്ടുണ്ടാവും. അതുപോലെ മൂത്രമാണെങ്കിലും അതിന് തീഷ്ണത കൂടും, പഴകുന്തോറും അതിന് കാഠിന്യം കൂടും. അത് പശുക്കളുടെ മൂത്രമായാലും അതെ, അതുപോലെ നെയ്യാണെങ്കിലും അത് എത്രത്തോളം പഴകുന്തോറും അത്രത്തോളമാണ് അതിൻ്റെ ഔഷധഗുണങ്ങൾ കൂടുക. അപ്പം അത് കണ്ടില്ലേ, ഇതൊരു 5 മുതൽ 8 കൊല്ലം വരെ പഴക്കമുള്ള ഗോമൂത്രമാണ്. അപ്പോൾ എത്രത്തോളം കാലം എടുത്തു വെക്കണോ അത്രത്തോളം കാലം കൂടുന്തോറും ഇതിൻ്റെ ഔഷധഗുണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇതുപോലെയുള്ള ഗോമൂത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു 3-4 കാര്യങ്ങൾ പറയാൻ പോണത്. പ്രധാനമായിട്ട് ഒന്ന്, ഈ ഗോമൂത്രം ഇതൊരു 15 മുതൽ 20 ഇരട്ടി വരെ വെള്ളം ഇതിലൊഴിച്ചിട്ടാണ് ചെടികളിൽ ഞാൻ ചെറിയ ഹാൻഡ് പമ്പ് വെച്ചിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. അതെന്താ വെച്ചാൽ 2-3 ഗുണമുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒന്ന്, ആ ചെടിക്ക് വേഗം വലിച്ചെടുക്കാൻ പറ്റുന്നുള്ളതിന് ഒരു പ്രധാന പോയിന്റ്. രണ്ടാമത്, ഇതിന് സാധാരണ ഗോമൂത്രം നമ്മളൊരു 10 മുതൽ 15 ഇരട്ടി വരെ വെള്ളം ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ കാലവഴക്കം കാരണം ഇതൊരു 15 മുതൽ 20 ഇരട്ടി വരെ ഉപയോഗിക്കണം. എത്രയും വേഗം ചെടികൾ അത് വലിച്ചെടുക്കും. അപ്പോൾ ഒന്ന്, അതിന് നല്ല ഒരു 4-5 ദിവസം കഴിയുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ ഇലകളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വേണ്ടത് രാവിലെയാണ്, 8 മണിയുടെ മുമ്പായിട്ട് ഉപയോഗിക്കണം ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ. കാരണം വെയിലടിക്കും തോറും പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനും തീഷ്ണതയുണ്ട്, വെയിലിനും തീഷ്ണതയുണ്ട്. എന്ന് മാത്രമല്ല, ഈ എന്ത് ചെടികളിൽ ഒഴിക്കുമ്പോഴും അല്ലെങ്കിൽ നിലത്തൊഴിക്കുകയാണെങ്കിലും അത് ഇലകളിൽ പമ്പ് ചെയ്യുക, സ്പ്രേ ചെയ്യുക, ഒഴിക്കുക, എന്തുവാണെങ്കിലും ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അത് ബാഷ്പീകരണം നടക്കും. രണ്ടിൻ്റെ തീഷ്ണത നമ്മൾ ഉദ്ദേശിച്ച കൃത്യമായിട്ടുള്ള അതിനുള്ള അനുഭവം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിങ്ങനെ നാർപ്പിച്ചടിക്കുമ്പോൾ ചെടിക്ക് നല്ലൊരു പ്രതിരോധ ശക്തി കിട്ടും. അതാണ് ഇതിൽ പ്രധാന പോയിന്റ്. പിന്നെ അതിൻ്റെ ഉൽപാദന മേഖല വളരെയധികം മാറ്റം വരും. അതുമാത്രമല്ല, ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ കൂടും. ഇപ്പോൾ പച്ചക്കറിക്കായാലും വേണ്ട, ഫലവൃക്ഷങ്ങളൊക്കെ ആയാലും എന്തിനായാലും വേണ്ട. ഇപ്പോൾ ഇത് മണ്ണിലാണ് ഒഴിക്കണേച്ചാൽ നിങ്ങൾ പുതിയ പഴക്കം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ 10 ഇരട്ടി വെള്ളമെങ്കിലും ചേർത്തിട്ട് ഒഴിക്കണം. കാരണം അതിലൊരു ഒരുപാട് ധാതുക്കൾ, ഒരുപാടെണ്ണമാണ്. അതാണ് ആ ഗോമൂത്രത്തിൻ്റെ ഒരു മഹത്വം തന്നെ.